എല്ലാവർക്കും നമസ്കാരം. അച്ചായൻ കണ്ണൂരാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ വിഷമത്തോടു കൂടിയാണ്, വേദനയോടു കൂടിയാണ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ആ ബസ്സിൽ വെച്ച് അപമാനിക്കപ്പെട്ട ദീപക്കിൻ്റെ ശവസംസ്കാര ചടങ്ങ് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കാണാനുള്ളൊരു ഞാനത് കട്ട് ചെയ്തത്. കാരണം അമ്മയോട് ഞാൻ അത്ര ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അമ്മ. അതുപോലെ തന്നെ അമ്മയ്ക്കും എന്നെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാ മക്കളും അതുപോലെ ആയിരിക്കും എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. കാരണം ആ അമ്മ കരയുന്ന കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വളരെ മനസ്സിന് സഹിക്കാൻ പറ്റാത്ത പോലെ ഒരു വേദനയുണ്ടായി. കാരണം ഒന്നാമത്തെ കാര്യം, ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു ദീപക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഏക അത്താണിയുടെ അല്ല, എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ആരുടെ അടുത്ത് പോയാലും നമുക്കൊരു നീതിയും കിട്ടത്തില്ല. പക്ഷേ എത്ര വലിയ തെറ്റാണെങ്കിലും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും എല്ലാവരിൽ നിന്നും കുറ്റമാണെന്ന് സമ്മതിച്ചെങ്കിലും ഒരമ്മ എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വലിയ കുറ്റക്കാരനാണെങ്കിലും ഒരു സ്നേഹം, എൻ്റെ മകൻ എന്നൊരു സ്നേഹം എപ്പോഴും എനിക്ക് വേണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അമ്മ അത് മറ്റാരിൽ നിന്നും കിട്ടിയല്ല കേട്ടോ, മറ്റേത് സ്ത്രീയിൽ നിന്നും. ഇപ്പം നമുക്ക് പറയാം, നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ പെങ്ങളാണെങ്കിലും ഇനി ഒരു കന്യാസ്ത്രീ ആണെങ്കിലും മറ്റേത് സ്ത്രീ ആണെങ്കിലും അവരിൽ നിന്നൊന്നും കിട്ടത്തില്ല. പക്ഷെ അത് കിട്ടുന്ന ഒറ്റയ്ക്കൊരു വ്യക്തി നമ്മുടെ അമ്മ മാത്രമാണ്. പക്ഷെ ഇന്ന് ആ അമ്മ പൊട്ടിക്കരഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് കരയുന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. ഒരിക്കലും നീതി കിട്ടാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ആ പെണ്ണുങ്ങൾ ചെയ്തിട്ടുള്ളത്. ബസ്സിൽ വെച്ച് ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് കാരണം അവൻ സത്യസന്ധനാണ്, 100% സത്യസന്ധനായിട്ട് അവൻ ആ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചത്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു വോയിസിൽ കൂടെ പറഞ്ഞല്ലോ. കാരണം ആ മകൻ്റെ ദീപകിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് മറ്റാരെങ്കിലും അറിഞ്ഞ് ഒരു ചെറിയ കുറ്റമായിട്ടെങ്കിലും നമ്മളെ ആരെങ്കിലും പറഞ്ഞാലോ എന്നുള്ള ഒരു പ്രേരണയുടെ പുറത്താണ് അവൻ മരിക്കാനുണ്ടായത്. എന്തായാലും നഷ്ടപ്പെട്ടത് ആ അപ്പനും ആ അമ്മയ്ക്കുമാണ്. ആ അപ്പനും അമ്മയും ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാന്ന് തോന്നുന്നു, വെറും പാവപ്പെട്ട കുടുംബത്തിൽ. കാരണം ആ അപ്പനെയൊക്കെ കണ്ടാൽ മതി, കരഞ്ഞ് മൂക്കൊക്കെ ഒരുമാതിരി ഇങ്ങനെ ചുമന്ന് എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത. ഇനി മുമ്പോട്ട് എന്ത്? കാരണം ദീപകായിരിക്കും ഒരുപക്ഷെ ആ കുടുംബത്തിലേക്ക് ചെലവിന് കൊണ്ടുവന്നതും അവരെ നോക്കിക്കൊണ്ടിരുന്നതും ഒക്കെ ദീപകായിരിക്കും. ഇനി മുമ്പോട്ട് എന്ത് എന്നൊരു ചിന്താഗതിയാണ് ആ അപ്പൻ്റെ അമ്മയുടെ ഉള്ളിലുള്ളത്. പ്രായമായി, അവരെ കൊണ്ടൊന്നൊരു ജോലി ചെയ്യാൻ പറ്റത്തുമില്ല, ഒന്നുമില്ല. ഇനി മുമ്പോട്ട് എന്ത് എന്നൊരു ചോദ്യചിഹ്നമാണ് അവരുടെ മുഖത്ത് കാണുന്നത്. അത് മാത്രമല്ല, എന്നും കൊടുക്കുന്ന ചോറും കഴിച്ച്, ജോലി കഴിഞ്ഞ് വന്ന് അവിടെ ഇരുന്ന് ചോറും കഴിച്ച് ആ അപ്പനും അമ്മയോടും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്ന് അത് ഒരിക്കലും ഇനി അവർക്ക് കിട്ടത്തില്ല. ഒരിക്കലും മാഞ്ഞു പോയതൊരിക്കലും നമുക്കിനി തിരിച്ചു വരാൻ തോന്നില്ല. നമ്മുടെ ഓരോ ജീവിതവും പന്താടുമ്പോൾ നമ്മൾ വട്ടുതട്ടി കളിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പം ഒരു മനുഷ്യൻ്റെ മാനസിക നില ഏത് സ്ഥിതിയിലാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പം നമ്മുടെ ഒരു കുഞ്ഞു വാക്ക് മതിയായിരിക്കും അവരെ ഒരു സൂയിസൈഡിലേക്ക് നയിക്കാനായിട്ട്. നമുക്കതൊരു സാധാരണ വാക്കായിരിക്കും, പക്ഷെ അവരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരിക്കും, വലിയൊരു അപമാനത്തിനുള്ള കാരണമായി മാറും. ഇനി ഒരിക്കലും ഒരു പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും എല്ലാവരെയും ഉറപ്പായിട്ട് ഞാൻ പറയുക, മൊത്തമായിട്ട് ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെന്ന രീതിയിൽ നമുക്ക് നിയമപാലകരെ നമുക്ക് സമീപിക്കാം, നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഓൺ ദി സ്പോട്ടിൽ പ്രതികരിക്കാം. എല്ലാവരും ഒത്തിരി ആൾക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടതാണ്. പക്ഷേ ഇന്ന് കണ്ണ് നിറഞ്ഞു പോയ ഒരു രംഗമായിരുന്നു. കാരണം ഞാൻ എൻ്റെ അമ്മേനെ അത് കാണിച്ചു പോലുമില്ല. അമ്മയോട് ഞാൻ ഈ സംഭവം എന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അമ്മ ഒന്ന് കണ്ടുപോയി എന്നുള്ളതല്ലാതെ അമ്മയ്ക്ക് അറിയത്തില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാവർക്കും നന്മ വരട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരും സന്തോഷമായി ജീവിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി.